ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഓൾ കേരള ട്രിപ്പിൻ്റെ 25ാമത്തെ ദിവസം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാഗമണിലുള്ള പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. അങ്ങനെ പൈൻ ഫോറസ്റ്റിനകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 25ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയോട് വൈൻഡപ്പ് പറയും. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും പോകണം. പിന്നെ വാഗമണിൻ്റെ കുറച്ച് കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും ഓൾ കേരള ട്രിപ്പിൻ്റെ 25ാമത്തെ ദിവസം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുമളിയിൽ നിന്ന് ഏകദേശം വാഗമൺ റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം കൂർഗിൽ പോയപ്പോഴും ഇതേ ഒരു യാത്രാ അനുഭവമായിരുന്നു. നമ്മുടെ ഈ വലത് സൈഡിൽ മൊത്തം ഏലത്തോട്ടമാണ് കേട്ടോ. ഈ ഏലത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ വേലിയായിട്ടൊരു ചെടി നട്ടു വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് വേലിയായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. പിന്നെ കുറേ ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ അന്യം നിന്ന് പോകുന്നൊരു ചെടിയാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഫ്രണ്ടിൽ വാഗമണിൻ്റെ കാഴ്ചകളാവണം നമ്മൾ കാണുന്നത്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 11 കിലോമീറ്ററേ ഉള്ളൂ. ഗപ്പി ഫാം. ഏകദേശം 100 വെറൈറ്റി ഗപ്പീസ് ആൻഡ് അങ്ങനെ കുറേ സംഭവം. ഇവിടുന്ന് വാഗമൺ 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഏകദേശം വാഗമണിൻ്റെ അടുത്ത് എത്തി നമ്മൾ. എൻ്റെ പൊന്നി, റോഡ് എടുത്ത് നോക്ക്. മലയുടെ താഴെ ഒരു വലിയൊരു മലയുടെ സൈഡിൽ കൂടിയുള്ളൊരു അടിപൊളിയൊരു റോഡ്. നല്ല ടാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പാറ ഇടിയായിട്ട് ചെയ്യുവാണെങ്കിൽ പണിയാണ്. ഇതെങ്ങാനുമാണോ ജോസഫ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം? നല്ലല്ലോ. അത് ഇലവീഴ പൂഞ്ചിറാണോ, അതോ ഈ റൂട്ട് തന്നെയാണോ അറിയില്ല. നമ്മൾ മാപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, നമ്മളിങ്ങനെ. പിന്നെ ആ ഒരു കാഴ്ച അടിപൊളി തന്നെ അല്ലേ. അതെന്താണ്, ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. ഏറ്റവും മുകളിലൊരു കോട്ടേജ് ഭൂമാന്തോ ആണ്. നല്ലൊരു അടിപൊളിയൊരു വ്യൂ. വാഗമൺ ഈരാറ്റുപേട്ട കോട്ടയെല്ലാം ഇടത്തേക്കാണ്. നമ്മുടെ പൈൻ വാലി വരുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. പക്ഷേ വണ്ടി ഇനി ഇവിടെ പാർക്ക് ചെയ്യുന്നൊരു പിടിയില്ലല്ലോ. കടകളിൽ ഇപ്പോൾ നടക്കാനും ഉണ്ട്. ഒന്ന് ചാവുകയും ചെയ്യുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. ബൈക്ക് പാർക്കിംഗ്, പേ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇല്ല, എന്തായാലും കുഴപ്പമില്ല. പറഞ്ഞിട്ട് പേ പാർക്കിംഗ് അല്ലാതെ നമുക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ വയ്ക്കാൻ പറ്റും. നോക്കാം, ഇവിടെ എങ്കിലും വയ്ക്കാം. ഇവിടെ വയ്ക്കാം. ഫൈനലി നമ്മൾ വാഗമണിലെ പൈൻ ഫോറസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പൈൻ ഫോറസ്റ്റ് ഞാൻ വന്നിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി അടുത്ത് മാപ്പ് നോക്കിയിട്ട് നമുക്കിനി എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടൈം ആണെങ്കിൽ നല്ല താമസം കേട്ടോ. മണി 12:45. നമുക്ക് ഏകദേശം ഒരു 3 മണിക്കെങ്കിലും ഇലവീഴ പൂഞ്ചിറയിൽ എത്തണം. അപ്പോൾ ഇനി വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഞാൻ ഇല്ലിക്കൽ കല്ല് മാത്രമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ അടുത്താണ് ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് പൈൻ ഫോറസ്റ്റിൽ ഒന്ന് കയറുക, പെട്ടെന്ന് ചാടി ഇറങ്ങി വരിക. അത് കഴിഞ്ഞിട്ട് മുട്ടക്കുന്ന് ഇവിടെ സ്ട്രൈറ്റ്. അയ്യോ, വന്ന വഴിയായിരുന്നു മുട്ടക്കുന്ന്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി നോക്കാം. ഇനി മുട്ടക്കുന്ന് നേരെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ റൂട്ടാണെങ്കിൽ നമ്മൾ മുട്ടക്കുന്ന് പോകും, അല്ലെങ്കിൽ മുട്ടക്കുന്നൊന്നും പോകത്തില്ല. അത്യാവശ്യം ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കുണ്ട് നമ്മുടെ പൈൻ ഫോറസ്റ്റിനകത്തേക്ക്. നമുക്കിവിടെ അത്യാവശ്യത്തിന് വേണ്ട കളിപ്പാട്ടങ്ങളും ഗ്ലാസ് സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കയറി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി പോകുമ്പോൾ 2 കീച്ചെയിൻ വാങ്ങിച്ചോളൂ. മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം നമ്മൾ പോകേണ്ട വഴി തന്നെയാണ് മുട്ടക്കുന്നെന്ന് പറയുന്നത്. നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം കേട്ടോ. ഏകദേശം 10 കിലോമീറ്റർ എക്സ്ട്രാ നമ്മൾ തിരിച്ചു പോയി വേണം നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ രാവിലെ നമ്മുടെ ഇടുക്കി ജില്ല നമ്മൾ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്ക്. ഫൈനലി നമ്മൾ നമ്മുടെ ക്യാമറ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് പാസരത്തിലെ ബാഗിനകത്ത് ഒതുക്കി വെച്ചു. പക്ഷേ ഇവിടെ ഇന്ന് ഒരുപാട് ആൾക്കാർ, ഞായറാഴ്ച എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ലാത്ത സഞ്ചാരികളാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴെ ഏറ്റവും വരെ നടക്കാൻ വയ്യ, കാരണം ഇനി ഒരുപാട് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇനി മുകളിലോട്ടൊന്ന് പോകാം. ഇവിടെ എന്തോ പൈൻ ഫോറസ്റ്റ് ഇത് തന്നെ, ഇതിനകത്തൊന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഇനി ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന്.
പിന്നെ ഈ പൈൻ ഫോറസ്റ്റിൽ എന്തായാലും ചൂടൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോവാം, ഇലവിഴ പൂഞ്ചിറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ പൈൻ വാലിയോട് യാത്ര പറയുകയാണ്. ഇനി 2.5 കിലോമീറ്റർ മുട്ടക്കുന്ന് കുരിശുമലയ്ക്ക് 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലമൊന്നും പോകുന്നില്ല. ഇലവിഴ പൂഞ്ചിറയും നല്ല തിരക്കായിരിക്കും, പൈൻ ഫോറസ്റ്റ് ഭയങ്കര തിരക്കാണ്, ഒരുപാട് ഉല്ലാസ യാത്രയൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇലവിഴ പൂഞ്ചിറയും നല്ല തിരക്കായിരിക്കണം. അപ്പോൾ ഈ ഉച്ച സമയം കഴിയുമ്പോൾ ആ ഒരു തിരക്കൊന്ന് മാറും. ആ ഒരു സമയത്ത് നമുക്ക് ഇലവിഴ പൂഞ്ചിറ എത്തത്തക്ക രീതിയിൽ ഇനി 1 മണിക്കൂർ 20 മിനിറ്റ് നമുക്ക് യാത്രയുണ്ട്. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും കൂടി വേണം കേട്ടോ, ലൈറ്റായിട്ട്, സ്ട്രോങ് ആയിട്ട് വേണ്ട, ലൈറ്റായിട്ട്. പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാനം റൂട്ടിലാണ് കേട്ടോ. പുള്ളിക്കാനം വഴി നമ്മൾ ഇലവിഴ പൂഞ്ചിറ പോവുകയാണ്. വളരെ മനോഹരമായ റോഡാണ്, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാം. നമുക്കിതുപോലെ വണ്ടി ഓഫ് ചെയ്ത് യാത്ര പോവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എക്സ്പെൻസ് കുറച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മളതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. എവിടെയൊക്കെ ലോ ബഡ്ജറ്റ് റൂം കിട്ടും, നമുക്ക് അവിടെ നിന്ന് എവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ചു വരാം, എത്രത്തോളം പെട്രോൾ ഏതൊക്കെ റൂട്ടിൽ നമുക്ക് ലാഭിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ദിവസം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും യാത്രയിൽ ഒരുപാട് ബഡ്ജറ്റ് ലാഭിക്കാം കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 1 കിലോമീറ്റർ ഞാൻ ഓഫ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് യാത്ര എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു കാഴ്ച, ഞാനിപ്പോൾ പുള്ളിക്കാനത്ത് നിന്ന് ഇലവിഴ പൂഞ്ചിറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള റൂട്ടാണ് കേട്ടോ. ഈ പുള്ളിക്കാനം റോഡാണ് ഈ കാണുന്നത്, നേരെ തൊടുപുഴയ്ക്ക് പോകുന്ന റോഡ്. 2 സൈഡും തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. ഞങ്ങളെ ഈ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ? പുള്ളിക്കാനത്തുനിന്ന് നമ്മൾ തൊടുപുഴയിലേക്ക് വരുന്ന വഴിയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഞാൻ അവിടെ നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. അയ്യോ, ക്യാമറ ചരിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, മനസ്സിലായില്ലേ? അത്യാവശ്യം വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന, എനിക്ക് തോന്നുന്നു ജോസഫ് സിനിമയൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഷൂട്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ പുള്ളിക്കാനം റൂട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ജോജു ചേട്ടൻ്റെ ജോസഫ് എന്ന സിനിമ ഷൂട്ട് ചെയ്തതിൽ നമ്മുടെ സ്റ്റെല്ല, ജോസഫേട്ടൻ്റെ വൈഫായിരുന്ന സ്റ്റെല്ലയുടെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം. നമ്മുടെ പുള്ളിക്കാനം തൊടുപുഴ റൂട്ടിലാണ് ഈ മനോഹരമായൊരു സ്ഥലം വരുന്നത്. ഇതിൻ്റെ 4 സൈഡിലേക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഈ ഒരു വേനൽക്കാലത്തും ഇത്രയും പച്ചപ്പോടുകൂടി ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് കല്ലിലിടിച്ചതായിട്ട് നമ്മുടെ ജോജു ചേട്ടൻ ആ സിനിമയിൽ പറയുന്ന, അവരുടെ പോലീസിൻ്റെ എഴുത്തിലും കാര്യങ്ങളിലും എല്ലാം ഈ ഒരു സ്പോട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ കല്ലിലാണെന്ന് തോന്നുന്നു. ഈ കല്ലിൽ ഇടിച്ചാണ് KL-02, ഈ ഒരു കല്ലിലിടിച്ചാണ് സ്റ്റെല്ല മരണപ്പെടുന്നത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ജോസഫ് മൂവി കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ പുള്ളിക്കാനം തൊടുപുഴ റൂട്ടിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം നിന്നിട്ട് വെയിലടിക്കുന്നത് പോലും അറിയുന്നില്ല. നല്ല തണുത്ത കാറ്റും ഒരു മൂടൽ മഞ്ഞും ഒരു തണുത്തൊരു അന്തരീക്ഷം. അപ്പോൾ ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല, നമുക്കടുത്ത് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാം. ഇതുവഴിയുള്ള മൊത്തം കാഴ്ചകളും മൊത്തം യാത്രയും നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി ഓഫ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ എന്തോ ആയി ഇപ്പോഴേ. ഇങ്ങനെ വേണം പെട്രോളൊക്കെ ലാഭിച്ചൊക്കെ പോകാൻ. ഫൈനലി നമ്മൾ കാഞ്ഞാർ ചക്കിക്കാവ് ഇലവിഴ പൂഞ്ചിറ റോഡ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ കടയുണ്ടോ താഴെ ചോറ് കഴിക്കാം, കാരണം ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഈ മൊട്ട വെയിലത്ത് ഇനി 6 കിലോമീറ്റർ, ഈ മൊട്ട വെയിലത്ത് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തും. ഇത് കഴിഞ്ഞിട്ട് ഇല്ലിക്കൽ കല്ല് പോകണം. പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നിറഞ്ഞ് തുളുമ്പി വരികയാണ്. ഇവിടെ നിന്ന് നേരെ ഈരാറ്റുപേട്ട കാണിക്കുന്നുണ്ട്. ഈ ഈരാറ്റുപേട്ട എങ്ങാനും പോകാൻ പറ്റുമോ? ഒരു പിടിയും പോകാൻ പറ്റുമായിരിക്കും, അല്ല ഇവനെ അങ്ങനെ കാണിക്കത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ടാറിങ്ങും സെറ്റാണ്. ഇത്രയും ദൂരമൊക്കെ ഇത്തിരി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഫൈനലി നമ്മൾ ഇലവിഴ പൂഞ്ചിറ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്. കുറേ ദൂരം ഓഫ് റോഡാണ്, കുറച്ചൊരു നടന്നൊക്കെ പോകാനുണ്ടെന്ന് തോന്നുന്നു. മുനിയറയിലേക്കൊക്കെ പോകാൻ നമുക്ക് അങ്ങ് ഏറ്റവും ടോപ്പ് എൻഡിലാണ് നമുക്ക് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ ടോപ്പ് സ്റ്റേഷൻ വരുന്നത്. ബൈക്ക് കുറച്ച് ദൂരം പോകും, അത് കഴിഞ്ഞിട്ട് ബൈക്ക് അവിടെ വച്ചിട്ട് നടന്ന് വേണം പോകാൻ. വെയിൽ കൊണ്ട് പൊളിയും ഗൈസ്, വെയിൽ കൊണ്ട് പൊളിയും. ഫൈനലി നമ്മുടെ കോട്ടയം ജില്ലയിൽ
അടുത്ത ഡെസ്റ്റിനേഷൻ ആദ്യ ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കോട്ടയത്ത് നമ്മൾ മലരിക്കൽ അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുമരകം ബേർഡ് സാങ്ച്വറി, പിന്നെ വേറെ ഏതൊക്കെ 1-2 വെള്ളച്ചാട്ടം, ഏതൊന്നും പിടിയില്ല കേട്ടോ. അവിടെയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ. ഫൈനലി നമ്മൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് കേട്ടോ. അതെ, നമ്മുടെ ഇലവീഴ പൂഞ്ചിറ, ഒരു സിനിമയിലൂടെ പ്രശസ്തമായ മനോഹരമായൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ നമ്മൾ മെയിൻ ജംഗ്ഷൻ അവിടെയായിരുന്നു കേട്ടോ, ഇലവീഴ പൂഞ്ചിറ. അവിടെ കുറേ കടകളുണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിന്ന് മുകളിലോട്ട് നടന്ന് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇനി മുകളിലേക്ക് പോകാം, ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകൾ കാണാം. ഈ ചൂട് സമയം ഇച്ചിരി കടുപ്പാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വന്നതൊരു 3 മണിയായി. ഇപ്പം നല്ല ക്ലൈമറ്റ് ഉണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ട്. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് നടക്കണം. നടന്ന് ഏകദേശം ഒരു 1/4-3 കിലോമീറ്റർ നടക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുവഴി ജീപ്പ് സഫാരി ഉണ്ട്. പിന്നെ മുനിയറയിലേക്കും എല്ലായിടും അവർ കൊണ്ടുപോകും. 1000 രൂപ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണത്. 1000 രൂപയ്ക്ക് പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്, നമ്മൾ കടന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഓഫ് റോഡ് നമ്മൾ ജീപ്പ് എടുത്ത് വന്നു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. നമ്മൾ വട്ടവട പോയതൊന്നും വലിയ ഓഫ് റോഡല്ല, ഇതാണ് ഓഫ് റോഡ്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് എൻജോയ് ചെയ്ത് ഇലവീഴ പൂഞ്ചിറ നമുക്ക് കാണാൻ പറ്റും. വേനൽ സമയത്തും അത്യാവശ്യം പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ പച്ചപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൂര്യൻ തേൻ്റെ മേലെ ഇന്ന് പല്ലളിച്ച് കാണിക്കുന്നു ഗൈസ്. ഒരു കാഴ്ച ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടവർക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. ഈ താഴെ കാണുന്ന കുളമെന്ന് പറയുന്നത് നമ്മുടെ പാഞ്ചാലിക്ക് കുളിക്കാനുള്ള കുളമായിട്ടാണ് ഈ ഒരു കുളത്തിന് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന വഴി ആ കുളത്തിൻ്റെ അവിടെ ഇറങ്ങാം കേട്ടോ. ഞാൻ സത്യത്തിൽ അത് ശ്രദ്ധിക്കാതെ കയറിയും വന്നു. കാരണം നമ്മൾ വരുന്ന റോഡൊക്കെ നമുക്ക് അതുവഴി കാണാൻ പറ്റും. നമ്മൾ അവിടെയാണ് ബൈക്ക് കൊണ്ടുവച്ചത്. അപ്പോൾ ഇനി തിരിച്ചിറങ്ങി പോവോ വേറെ വഴി പോകുമെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഏകദേശം 3200 അടി ഉയരെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3200 അടി ഉയരെയാണ്. ഇലകൾ വീഴാത്ത താഴ്വര എന്നതാണ് ഇലവീഴ പൂഞ്ചിറയുടെ അർത്ഥം. ഇവിടെ ഇത്രയും ഈ മലമുകളിൽ മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് ശക്തിയായിരിക്കുന്ന കാറ്റ് കാരണം ഈ കുളത്തിനകത്തും കരിയിലൊന്നും വീഴത്തില്ലെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം വരുന്നത്. അപ്പം നമുക്കിനി എന്തായാലും ഇവിടെ മാത്രം നിന്നാൽ പോരാ, അങ്ങ് മുകളിലേക്ക് പോകണം. എന്തായാലും മുകളിലോട്ട് പോവാം. അടിപൊളി ഒരു കുഞ്ഞു മുള. ഇത് നല്ല വലുതായിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കൂടോടെ വളഞ്ഞ് നിൽക്കണം, സെറ്റാണ്. ഇവിടെ 5-6 പേര് ചേർന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീപ്പ് സഫാരി എടുക്കുക കേട്ടോ. ജീപ്പ് സഫാരിയിലാണെങ്കിൽ നമുക്ക് ഈ വെയിലൊന്നും കൊള്ളാതെ ഏകദേശം ജീപ്പ് സഫാരി ഇതുവരെ വരുള്ളൂ കേട്ടോ. ജീപ്പ് ഈ ഒരു എൻഡ് വരെ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങൾ കാണാൻ പോകും. ഈ മുനിയറ കാണാൻ പോകാൻ പറ്റും. അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റുകളൊക്കെ അവർ കൊണ്ടുപോയി കാണിച്ചു തരും ജീപ്പിൽ. അതിന് 1000 രൂപയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ അങ്ങനെ സെറ്റ് ചെയ്യുന്നതും ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ജീപ്പിലൊരു കുഞ്ഞു കച്ചവടം സെറ്റ്. പൂഞ്ചിറ വാഹനങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു കേരള പോലീസ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൂടെയാണ് നമുക്ക് പോകാൻ. അപ്പോൾ ഏത് വാഹനം വന്നാലും താഴെ മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് മുകളിലേക്ക് നടക്കുക തന്നെ ശരണം, വേറെ ഒരു വഴിയുമില്ല ഗൈസ്, ഒരു വഴിയുമില്ല. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും മൊത്തം വ്യൂ പോയിൻ്റാണ്. എവിടെ നിന്ന് കഴിഞ്ഞാലും മനോഹരമായ കാഴ്ചകളും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഈ ഒരു ഭാഗത്ത് ഇടിമിന്നലൊക്കെ അടിച്ചു കഴിഞ്ഞാലേ നമ്മളിത്രയും മുകളിൽ നിൽക്കുവാണെങ്കിൽ ടക്കനെ നമ്മുടെ ശരീരത്ത് ആ ഒരു ഇടിമിന്നലേൽക്കും. അങ്ങനെ ഇലവീഴ പൂഞ്ചിറ സിനിമയിൽ ഒരാൾ മരിക്കുന്ന ഒരു രംഗമുണ്ട് ഇവിടെ ഇടി വീണിട്ട്. അപ്പോൾ സൗബിൻ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്, അവർ കേൾക്കാതെ പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ഇലവീഴ പൂഞ്ചിറ എന്നൊരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമ കാരണമാണ് ഈ ഒരു സ്ഥലം ഇത്രയും ഒരു സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടാൻ കാരണമാക്കിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഈ വെയിലത്തെങ്ങാനും ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ചത്തെന്ന് കൂട്ടിയാൽ ഞാൻ ഭാഗ്യത്തിനെന്തോ ഈ ഒരു തണലുള്ള സമയത്താണ് ഇവിടെ എത്തിയത്. അതെനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായി. അതിൻ്റെ കാരണം ഇത്രയും ദൂരം നടന്ന് കയറിയപ്പോൾ തന്നെ വയ്യ.
അടുത്ത വെയിലിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ പിന്നെ തീരുമാനം. ഈ താഴെ കാണുന്ന ആറുണ്ടല്ലോ, ഇത് കാഞ്ഞാറാണ് കേട്ടോ. കാഞ്ഞാർ, മൂലമറ്റം, ഇതാണ് ആ താഴെ കാണുന്നൊരു ഭാഗം. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. മഞ്ഞിൽ മൂടിയിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. മൂലമറ്റം, ഈരാറ്റുപേട്ട ആ ഒരു ഭാഗം. ഇതിൻ്റെ മറു സൈഡാണെങ്കിൽ നമ്മുടെ പാലാ, കോട്ടയം, അതൊക്കെ. ഇവിടെയും എൻട്രി രജിസ്റ്റർഡാ അല്ല കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോലീസ് വയർലെസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് വയർലെസ് പോലീസ് സ്റ്റേഷൻ. എൻട്രി, പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അണ്ണൻ നിരോധിച്ചു, നമ്മളങ്ങോട്ട് പോകും. നമുക്ക് അവിടെയല്ലേ പോകേണ്ടത്. എവിടെ നിന്നാണ് മൂലമറ്റത്തിൻ്റെയും കാഴ്ചകൾ. കാഞ്ഞാറൊക്കെ കാഴ്ചകളൊക്കെ ഇതേ കാണുന്നതാണ്. ആ കാണുന്ന കാഞ്ഞാറാണ് കേട്ടോ. ഇതെന്തായിരിക്കും? കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കോൺക്രീറ്റ് ആണ്. എനിക്ക് തോന്നുന്നു വ്യൂ പോയിൻ്റ് വല്ലതായിരിക്കും തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കാണാം. വഴി വെട്ടിക്കളിക്ക് പോകും ബേസ്. അങ്ങൊക്കെ ആൾക്കാർ പോയിരിപ്പുണ്ട്. അങ്ങൊന്നും പോണില്ല, ഇവരുടെയെങ്കിലും നിൽക്കാം. മോനെ, ഇവിടെ നിന്നും കൊണ്ട് കാഞ്ഞാറിൻ്റെ ഒരു കാഴ്ച കണ്ടോ. നമ്മുടെ റോസ്മലയുടെ മുകളിൽ നിന്നൊക്കെ നമുക്കൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നത് പോലെ അതിനേക്കാളും വലിയൊരു വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്യാവശ്യം കാഞ്ഞാറിൻ്റെയും ഈരാറ്റുപേട്ടയുടെയും പാലായുടെയും മൂലമറ്റത്തിൻ്റെയും എല്ലാ കാഴ്ച. ഇലവീഴ പൂഞ്ചിറയുടെ ലാസ്റ്റ് വയർലെസ് സ്റ്റേഷൻ. അടിപൊളി, നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പോകണം, ഇവിടെ നിന്ന് പോയാലേ നടക്കത്തുള്ളൂ. പഴയ തകർന്ന് വീണ കാറ്റാടി മറ്റേ മിന്നലിൻ്റെ ഇതൊക്കെ അറിയുന്ന സംഭവമാണെന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു പണ്ടത്തെ ഇവിടെ പോലീസുകാരുടെ പോലീസ് സ്റ്റേഷൻ. ഇപ്പോഴാണ് താഴത്തെ പണി കഴിഞ്ഞ് അങ്ങോട്ട് മാറിയത്. പഴയ പോലീസ് വയർലെസ് സ്റ്റേഷൻ. പഴയ ടോയ്ലറ്റ് അവസ്ഥ. അങ്ങനെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലെ വയർലെസ് സ്റ്റേഷൻ ഫൈനലി നമ്മൾ ഇലവീഴ പൂഞ്ചിറ കണ്ടു തീർന്നു. ഇലവീഴ പൂഞ്ചിറയിലേക്ക് ആൾക്കാർ നടന്നു വരുന്നൊരു കാഴ്ച കണ്ടോ. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഈ ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഈ ഒരു തിരക്ക്. പിന്നെ നമ്മുടെ വീക്കെൻഡായി, വെക്കേഷൻ തുടങ്ങാൻ സമയമായി. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജീപ്പ് കയറി പോകുന്ന ഗൈസ്. അടുത്തൊരു ചേട്ടൻ പറഞ്ഞു അങ്ങേര് വല്ലതും കാണിച്ചു തന്നാലായി. ഇതാണ് ഇവിടുത്തെ ഓഫ് റോഡ്. ആ ബാഗിൽ കിളി പറഞ്ഞിരിക്കുക. ഇലവീഴ പൂഞ്ചിറയ്ക്ക് താഴെയുള്ളൊരു തടാകം, നമ്മുടെ പാഞ്ചാലി കുളിച്ചു എന്നറിയപ്പെടുന്ന ഒരു തടാകം. ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും അനുവാദമില്ല കേട്ടോ. ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറി വേണം ഇങ്ങോട്ട് വരാൻ. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കാൻ സമയമില്ല, പോകുന്നു.